കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന പോരാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. 3 തവണ കൊട്ടാരക്കരയിൽ നിന്ന് അനായാസം വിജയിച്ച ഐഷ പോറ്റി, CPM-ന് വേണ്ടി അനായാസം വിജയിച്ച ഐഷ പോറ്റി ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നതാണ് കൊട്ടാരക്കരയെ ശ്രദ്ധേയമാക്കുന്നത്. ഐഷ പോറ്റി ആദ്യം മലർത്തിയടിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച ഐഷ പോറ്റി പിന്നീട് 2 തവണ കൂടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഐഷ പോറ്റി ജയിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം 42,632 വോട്ടാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി ഏറ്റവും അവസാനം കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചത്. കഴിഞ്ഞ തവണ ഐഷ പോറ്റിക്ക് സീറ്റ് നൽകാതെ KN ബാലഗോപാലിന് സീറ്റ് നൽകി. 10,814 വോട്ടുകൾക്ക് ബാലഗോപാൽ R രശ്മിയെ പരാജയപ്പെടുത്തി. ഐഷ പോറ്റി അതിനുശേഷം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സജീവമല്ല. നിലവിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഐഷ പോറ്റി. ഐഷ പോറ്റി 3 തവണ ജയിച്ചപ്പോൾ, ഏറ്റവും ഒടുവിൽ ജയിച്ചപ്പോൾ അവരെ മന്ത്രിയാക്കുമെന്ന് കൊട്ടാരക്കരക്കാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഐഷ പോറ്റിക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ല. എന്തായാലും പുകഞ്ഞു നിന്ന അസംതൃപ്തിക്ക് ഒടുവിൽ ഐഷ പോറ്റി ഇപ്പോൾ UDF-ലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. UDF-ന് വേണ്ടി ഐഷ പോറ്റി മത്സരിക്കുമ്പോൾ LDF-ന് വേണ്ടി ധനകാര്യമന്ത്രി ബാലഗോപാൽ തന്നെ മത്സരിക്കും. ഇതോടുകൂടി കൊട്ടാരക്കരയിൽ തീപാറുന്ന പോരാട്ടം ഉറപ്പ്. എല്ലാ കണ്ണുകളും ഐഷ പോറ്റിയിലാണ്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ജയിക്കുമോ? ഇതാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് വ്യക്തിപരമായി സ്വാധീനമുണ്ട് എന്നത് ഉറപ്പാണ്. രാഷ്ട്രീയ വോട്ടുകളും വ്യക്തിപരമായ വോട്ടുകളും നേടിയപ്പോഴാണ് ഐഷ പോറ്റി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ വോട്ടുകൾ ഐഷ പോറ്റിയിൽ നിന്ന് അകന്നു പോകും. CPM ഐഷ പോറ്റിക്കെതിരെ ശക്തമായ പ്രചരണം തന്നെ നടത്തും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ ലീഡ് ചെയ്തത് LDF ആണ്. കൊട്ടാരക്കരയിൽ LDF നേടിയ ലീഡ് CPM-ന് ആത്മവിശ്വാസം നൽകുന്നു. മാത്രമല്ല, ബാലഗോപാൽ മന്ത്രി എന്ന നിലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് കൊട്ടാരക്കരയിൽ തുടക്കം ഇട്ടിട്ടുണ്ട്. ജനകീയനായ MLA ആയും മന്ത്രിയായും ബാലഗോപാൽ മാറിക്കഴിഞ്ഞു കൊട്ടാരക്കരയിൽ. ഈ അവസരത്തിലാണ് ബാലഗോപാലിനെതിരെ ഐഷ പോറ്റി മത്സരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. രാഷ്ട്രീയമായ വോട്ടുകൾ ബാലഗോപാലിന് വീഴും എന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രീയപരമായ വോട്ടുകൾ ബാലഗോപാലിലേക്ക് പോൾ ചെയ്യുമ്പോൾ ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം UDF-ൻ്റെ വോട്ടുകളും വ്യക്തിപരമായ വോട്ടുകളും പ്രാധാന്യമേറിയതായി മാറും. ബാലഗോപാൽ വ്യക്തിപരമായി തന്നെ കൊട്ടാരക്കരയിൽ സജീവമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഐഷ പോറ്റി കുറെ കാലമായി കൊട്ടാരക്കരയിൽ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല. അവർ ഒരുതരം രാഷ്ട്രീയ വനവാസത്തിൽ ആയിരുന്നു. വനവാസത്തിലിരുന്ന് കരുക്കൾ നീക്കുകയായിരുന്നു ഐഷ പോറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ബാലഗോപാലും ഐഷ പോറ്റിയും തമ്മിലുള്ള പോര് അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ധനകാര്യ മന്ത്രി എന്ന നിലയിൽ അഭിനന്ദനീയമായ പ്രവർത്തനമാണ് KN ബാലഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MLA എന്ന നിലയിൽ കൊട്ടാരക്കരയിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ചയായിരിക്കും ബാലഗോപാൽ ജനങ്ങളോട് ആവശ്യപ്പെടുക. ഐഷ പോറ്റി 3 തവണ MLA ആയെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പിറകിലായിരുന്നു. ഐഷ പോറ്റി വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പിറകിലായപ്പോൾ ബാലഗോപാൽ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കൊട്ടാരക്കരയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ഫൈറ്റിൽ ബാലഗോപാലിന് തന്നെയാണ് മുൻതൂക്കം. മാത്രമല്ല, CPM പ്രവർത്തകർ ഒന്നടങ്കം ഐഷ പോറ്റിയെ തോൽപ്പിക്കാൻ രംഗത്ത് എത്തും എന്നുള്ളതും ഉറപ്പ്.
ബാലഗോപാൽ വ്യക്തിപരമായി ഒരുപാട് സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കരയിൽ NSS വോട്ടുകൾ നിർണായകമാണ്. കഴിഞ്ഞ തവണ NSS വോട്ടുകൾ ബാലഗോപാലിന് ലഭിച്ചിരുന്നു. ബാലഗോപാലിൻ്റെ ജ്യേഷ്ഠൻ NSSൻ്റെ നേതാവുമാണ്. ഇങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ബാലഗോപാലിന് ഉണ്ട്. ഇത്തവണ NSS ഇടതുപക്ഷത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം. ഐഷ പോറ്റി വിജയിച്ച് പോയത് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഉള്ള വോട്ടുകൾ കൊണ്ടാണ്. NSS വോട്ടുകളൊക്കെ ഐഷ പോറ്റിക്ക് ലഭിച്ചിരുന്നു കാലാകാലങ്ങളിൽ. ഇത്തവണ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ NSS വോട്ടുകൾ നിർണായകമായി മാറും കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കരയിലെ കരുത്തനായ R ബാലകൃഷ്ണപിള്ള തുടർച്ചയായി കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചത് NSS വോട്ടുകളുടെ ബലം കൊണ്ടാണ്. ഇത്തവണ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ബാലഗോപാലിന് NSS വോട്ടുകളുടെ ആനുകൂല്യം ഉണ്ടാകും. അത് ഐഷ പോറ്റിക്ക് കിട്ടില്ല. മറ്റൊന്ന് SNDPയുടെ വോട്ടുകളാണ്. വെള്ളാപ്പള്ളി നടേശൻ CPMന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങനെ കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കൊട്ടാരക്കരയിലെ SNDP വോട്ടുകളും KN ബാലഗോപാലിന് അനുകൂലമായി വീഴും. ഐഷ പോറ്റി കഴിഞ്ഞ തവണ മാറി നിന്നപ്പോൾ ബാലഗോപാലിനെതിരെ UDF സ്ഥാനാർത്ഥി R രശ്മി കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആ വെല്ലുവിളിയെ അതിജീവിച്ച് 10,814 വോട്ടുകൾക്ക് ബാലഗോപാൽ ജയിച്ചു കയറിയതിന് പിന്നിൽ NSS വോട്ടുകൾക്കും രാഷ്ട്രീയ വോട്ടുകൾക്കും പ്രാധാന്യമുണ്ട്. എന്തായാലും ഐഷ പോറ്റിക്ക് ഇത്തവണ അവരെ എന്നും അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സവർണ വോട്ടുകൾ കൊട്ടാരക്കരയിൽ ലഭിക്കില്ല. വ്യക്തിപരമായ വോട്ടുകളിലായിരിക്കും ഐഷ പോറ്റിയുടെ കണ്ണ്. മറ്റൊന്ന് UDF കൊട്ടാരക്കരയിൽ ദുർബലമാണ്. തുടർച്ചയായ പരാജയം അവരെ ഈ മണ്ഡലത്തിൽ ദുർബലമാക്കി മാറ്റിയിരിക്കുന്നു. R ബാലകൃഷ്ണപിള്ള തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലം ഐഷ പോറ്റി പിടിച്ചെടുത്തത് തന്നെ അക്കാലത്ത് UDFൻ്റെ വലിയ പരാജയമായിരുന്നു. R ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച ശേഷം LDFന് കൊട്ടാരക്കരയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഐഷ പോറ്റിയിലൂടെയും KN ബാലഗോപാലിലൂടെയും LDF മണ്ഡലം നിലനിർത്തി. ഇപ്പോൾ LDF കൊട്ടാരക്കരയിൽ നേരിടുന്നത് അഗ്നി പരീക്ഷണമാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഐഷ പോറ്റി ചില്ലറ സ്ഥാനാർത്ഥിയൊന്നുമല്ല. 3 തവണ കൊട്ടാരക്കരയിൽ അനായാസ വിജയം നേടിയ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഐഷ പോറ്റിക്ക് എതിരാളിയായി കിട്ടിയിരിക്കുന്നത് ബാലഗോപാലിനെയാണ്. ബാലഗോപാൽ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും സാമുദായികപരമായും കരുത്തനാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ഫൈറ്റിൽ ബാലഗോപാൽ വിജയിക്കും എന്നത് ഉറപ്പാണ്.